ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിന്റെ അച്ഛനായിരുന്നു എന്നെ. അമ്മേ, മോനെ മനസ്സിരുത്തി പ്രാർത്ഥിക്ക. മുകളിലിരുന്ന് അച്ഛനെല്ലാം കാണുന്നുണ്ട്. എന്നാ ഇറങ്ങിയല്ലോ ശ്രീയേട്ടാ. നിക്കുമാളൂ, ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. അമ്മ, അമ്മ എന്നെ അനുഗ്രഹിക്കണം. എന്റെ മോന് നല്ലതേ വരൂ. എന്നാ പോവാം. അവര് ആരാ? ശ്രീ. നമ്പ്യാ സാർ, നമസ്കാരം. എന്താ ശ്രീ, എന്താ പ്രശ്നം? അത് വണ്ടിക്ക് ചെറിയൊരു മിസ്സിംഗ്. ശ്രീ, അതിന്റെ പുറകിലൊന്നും തൂങ്ങണ്ട. കാറിന്റെ കാര്യം ഡ്രൈവർ നോക്കിക്കോളൂ. ശ്രീ, വേറൊരു ടാക്സി പിടിച്ച് എത്രയും വേഗം വാ. ഇത് ഗ്രാമപ്രദേശമല്ലേ, ഇപ്പൊ പെട്ടെന്ന് വിളിച്ച ടാക്സി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതെ അതെ. ഇത് തന്നെ ജോമോന്റെ ടാക്സി നേരത്തെ പറഞ്ഞു വെച്ചിരുന്നോണ്ടാ കല്യാണ ദിവസം കിട്ടിയത്. എന്നാ പിന്നെ ശ്രീ ഒരു കാര്യം ചെയ്. ശ്രീയും അമ്മയും ഞങ്ങളുടെ കാറിൽ പോരെ. ബാക്കിയുള്ളവരെ പിന്നാലെ ബാലഗോപാലിന്റെ കാറ് വരുന്നുണ്ട്, അതിൽ കയറ്റാം. വേണ്ട സാർ, വളരെ ചെറിയൊരു കംപ്ലൈന്റേ ഉള്ളൂ. ഇതിപ്പോ ശരിയാവുന്നേ. വണ്ടി ശരിയാക്കിയിട്ട് ഞങ്ങൾ ഉടനെ അങ്ങോട്ടെത്താം. ശ്രീക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ തടയുന്നില്ല. ഉറപ്പാണ് സാർ. എന്നാ പിന്നെ ഞങ്ങൾ നിൽക്കണ്ടല്ലോ. ഹേയ് വേണ്ട സാർ, ശരി. ആ രാജാ, പോകാം. ആയിക്കോട്ടെ, നമുക്ക് ശരി. ശരി ശരി. അച്ഛാ, ശ്രീനാഥ് ഈ കാണിക്കുന്നത് തീരെ ശരിയല്ല. മുഹൂർത്തത്തിന് കല്യാണം നടക്കട്ടെ, അതല്ലേ പ്രധാനം. അത് ഈ കാറ് ശരിയാക്കുന്നതാണോ? പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത ഒരുത്തനാണല്ലോ ഇവൻ. കഷ്ടം. ഇവന്റെ കൂടെയുള്ള ജീവിതം അമ്മന് നരകമായിരിക്കും, അതിലെനിക്കൊരു സംശയവുമില്ല. വരദാ, രാജാ, ശ്രീനാഥിനെ ഈ കാര്യത്തിൽ ആരും കുറ്റം പറയണ്ട. അവൻ കാണിച്ചത് ഒരാണിന്റെ ആത്മാഭിമാനമാണ്. അതിനെ നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. എന്തായാലും അമ്മൂനെ കെട്ടാൻ പോകുന്നവൻ ആത്മാഭിമാനമുള്ളവനാണെന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്.
ഇരിക്ക്. ഇരിക്ക് ചേച്ചി, ഇരിക്ക്. ബ്യൂട്ടീഷ്യൻ ചേച്ചി, എന്റെ ഏട്ടത്തിയാണേ. പൂവൊക്കെ വെച്ച് നന്നായിട്ട് ഒരുക്കണം. ഇന്നിവിടെ ഏറ്റവും സുന്ദരിയായിട്ട് കാണേണ്ടത് എന്റെ ഏട്ടത്തിയാ. എല്ലാവരുടെയും കണ്ണ് എന്റെ ഏട്ടത്തിയെ തന്നെ ആയിരിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റു. ആ ഏട്ടത്തി, ഞങ്ങൾ എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ഇനിയും കുറച്ചുകൂടി പരിപാടികൾ ബാക്കിയുണ്ട്. ചെല്ലട്ടെ, നിങ്ങൾ വാ. ഒരു 5 മിനിറ്റ് ഒന്ന് പുറത്ത് നിൽക്കാവോ? ആ ശരി. Ha ha ha.